സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ കണ്ണും കാതും മനസ്സും എല്ലാം പരിശുദ്ധ ഹറമുകളെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ലോകത്തുള്ള വിശ്വാസികൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി അള്ളാഹുവിന്റെ അതിഥികളായി പരിശുദ്ധ മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നും ഒട്ടനേകം സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ ആ കർമ്മങ്ങൾ നിർവഹിക്കാൻ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് ഹിജറ 10-ാം വർഷമാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ ഒരൊറ്റ ഹജ്ജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുള്ളത്. അത് ഹിജറ 10-ാം വർഷമാണ്. ദുൽഖഅദ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് വിളംബരം ചെയ്യുകയും ആ ഹജ്ജിൽ പങ്കെടുക്കുന്നതിനായി മദീനയിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുകയും പ്രവാചകന്റെ കൂടെ അവർ യാത്ര പുറപ്പെടുകയും ചെയ്തു. ഇന്ന് ഒരുപാട് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകൾക്കും ഇപ്പുറം, 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു ഹജ്ജ് കർമ്മത്തിന് ലോകം സാക്ഷികളാകുന്ന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹജ്ജിന്റെ ചലനങ്ങളെല്ലാം നമ്മൾ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെയും ത്യാഗോജ്ജലമായ ഓർമ്മകൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആവേശത്തോടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളും പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും എല്ലാം. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകം അതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ സ്വീകരിക്കേണ്ട മാനവികമായ മൂല്യങ്ങളുടെ വലിയ പ്രഖ്യാപനമാണ് പരിശുദ്ധ ഹജ്ജ്. ഹജ്ജ് ലോകത്തിന് നൽകിയ സംഭാവനകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ, പ്രവാചകൻ തന്റെ ജീവിതത്തിൽ നിർവഹിച്ച ഒരൊറ്റ ഹജ്ജ് കർമ്മത്തിന്റെ സന്ദർഭത്തിൽ നടത്തിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലോകമാനവികതയ്ക്ക് വെളിച്ചം നൽകിയതുപോലെ ലോകത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മനുഷ്യാവകാശത്തിന്റെ വലിയ പ്രഖ്യാപനം കൂടിയായിരുന്നു പ്രവാചകന്റെ പ്രഖ്യാപനങ്ങളും ആ കർമ്മങ്ങളുമെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നടത്തിയ പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗമെന്നും അതറിയപ്പെടുന്നുണ്ട്. അത് ആരംഭിക്കുന്നതിന് പരിശുദ്ധ അറഫയിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസി സാഗരങ്ങളെ ഒരുമിച്ച് കൂട്ടി അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച പ്രഭാഷണത്തിന്റെ വാചകങ്ങളും അതിന്റെ ആശയങ്ങളും 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് വെളിച്ചം നൽകുന്നതും വഴി കാണിക്കുന്നതുമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ആ സന്ദേശം പ്രവാചകൻ ആരംഭിക്കുന്നത് തന്നെ തന്റെ വിടവാങ്ങൽ സാഹചര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഹജ്ജ് കർമ്മത്തിന് യാത്ര പുറപ്പെടാൻ നിൽക്കുമ്പോൾ തന്നെ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദൗത്യവുമായി പ്രവാചകൻ പറഞ്ഞേക്കുന്നുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒട്ടകപ്പുറത്ത് കയറ്റി യാത്രയേക്കുമ്പോൾ ആ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നടന്നു പോകുന്നുണ്ട്. ആ നടത്തത്തിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മുആദ്, നീ ഇനി തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. എന്റെ ഖബറിന്റെ സമീപത്തു കൂടിയായിരിക്കും ഒരുപക്ഷെ നീ നടന്ന് ഈ മദീനയിലേക്ക് തിരിച്ചു വരിക എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ഹജ്ജിന് യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ യാത്രയിലാണ്, ഹജ്ജ് കർമ്മത്തിനു വേണ്ടിയുള്ള യാത്രയിലാണ് സൂറത്തുൻ നസ്ർ അവതരിപ്പിക്കപ്പെടുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം, ആ വചനം അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോഴാണ്. ഈ വചനത്തെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു സദസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഈ ആയത്തിന്റെ ഈ അവതരിക്കപ്പെട്ട സൂറത്തിന്റെ അർത്ഥം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചുള്ള അടയാളങ്ങളും സൂചനകളുമാണ്
ആ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് വളരെ കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അന്ന് മറുപടി നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന തൊട്ടുടനെയാണ് മദീനത്തെ പള്ളി മെമ്പറിൽ നിന്നുകൊണ്ട് ഒരു സംഭവം പറയുന്നത്. അള്ളാഹു ഒരടിമക്ക് രണ്ട് കാര്യങ്ങൾ നൽകുന്നു. ഒന്ന്, അള്ളാഹുവിന്റെ അടുത്തുള്ള വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ദുനിയാവിലുള്ള സുഖലോലുപതകളും അവന്റെ മുന്നിൽ നീക്കിവെക്കുന്നു. ആ അടിമ അള്ളാഹുവിങ്കലുള്ളത് സ്വീകരിച്ചു, അവൻ ദുനിയാവിലുള്ളത് തള്ളിക്കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സ്വഹാബികൾക്ക് ഇത് കേട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പക്ഷേ ആ ഒന്നാമത്തെ സ്വഫിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരേങ്ങളടി ശബ്ദം സ്വഹാബികൾ കേൾക്കുന്നു. അവർ നോക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഏതോ ഒരാൾക്ക് അള്ളാഹു ദുനിയാവും പരലോകവും കാണിച്ചു കൊടുത്തു, അയാൾ പരലോകത്തുള്ളത് സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന് നൽകിയ മറുപടി, നിങ്ങൾക്ക് എന്തറിയാം? അള്ളാഹുവിന്റെ റസൂലിനാണ് അള്ളാഹു അത് കാണിച്ചു കൊടുത്തത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദുനിയാവിലുള്ള എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രവാചകൻ യാത്രയാകാൻ തീരുമാനിച്ചുവെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എന്ന് പ്രവാചകന്റെ വാക്കുകളുടെ അർത്ഥങ്ങൾ പോലും ഒരു നോട്ടം കൊണ്ട് പോലും മനസ്സിലാക്കാൻ കഴിയുമായിരുന്ന സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ് അത് എന്ന് നമുക്ക് കാണാൻ കഴിയും. തന്റെ വിടവാങ്ങലിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ് ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംസാരത്തിൽ കൊണ്ടുവരുന്നത്. യാ അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ. ഈ ദിവസത്തിന് ശേഷം നമ്മൾ ഇനി കണ്ടുമുട്ടണമെന്നില്ല. സ്വഹാബികൾക്ക് അത് മനസ്സിലായി, പ്രവാചകൻ ഇതാ യാത്രയാകാൻ പോകുന്നുവെന്ന്. തുടർന്ന് റസൂലുള്ളാഹി പറയുന്ന പ്രവാചകന്റെ അവസാനത്തെ വസിയ്യത്തുകൾ പോലുള്ള ഒരു സംസാരമാണ് പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നിലനിൽക്കുന്നത്. പരിശുദ്ധമായ റസൂലുള്ളാഹിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മത്തിൽ നിർവഹിച്ച പ്രഭാഷണമാണ്. യാ അയ്യുഹന്നാസ്, പ്രവാചകൻ ചോദിക്കുകയാണ് സ്വഹാബികളോട്, അയ്യു യൗമിൻ ഹാദാ, ഈ ദിവസം ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, ഇത് പവിത്രമായ ദിവസമാണ്. പവിത്രമായ ഒരു ദിവസമല്ലേ? ഖാല റസൂലുള്ളാഹിന്റെ ചോദ്യം, ഫഅയ്യു ബലദിൻ ഹാദാ, ഈ രാജ്യം ഏതാണ്, ഈ നാടേതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, ഇത് പവിത്രമായ ഒരു നാടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ചോദ്യം, ഫഅയ്യു ശഹരിൻ ഹാദാ, ഈ മാസം ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, ഇത് പവിത്രമായൊരു മാസമല്ലേ, പവിത്രമായൊരു ദിവസമാണ്, പവിത്രമായൊരു മാസമാണ്, പവിത്രമായൊരു മണ്ണാണ് എന്ന് അവർ മൂന്ന് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ ഈ മൂന്ന് കാര്യങ്ങളോടും ചേർത്തുകൊണ്ട് പറയുന്നത്, ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും അലൈക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം അലൈക്കും ഹറാം, അത് പവിത്രമാണ് പരസ്പരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. ഏതുപോലെയാണ് ഒരാളുടെ അഭിമാനം എന്ന് പറയുന്നത് പവിത്രമാണ്. ഏതുപോലെ? മക്ക എന്ന മണ്ണിന്റെ പവിത്രത പോലെ, ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ, ദുൽഹിജ്ജ മാസത്തിലെ 9 പവിത്രത പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഒരാളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയാലോ മക്ക എന്ന മണ്ണിന്റെ പവിത്രത നശിപ്പിക്കുന്നത് പോലെ, ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത നശിപ്പിക്കുന്നത് പോലെ, ദുൽഹിജ്ജ 9 എന്ന പവിത്രമായ ദിവസത്തിന്റെ പവിത്രതയ്ക്ക് കളങ്കമേൽപ്പിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഒരാളുടെ അഭിമാനം വ്രണപ്പെടുത്തുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഈ പ്രഖ്യാപനത്തെക്കാളും വലിയൊരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ ഇതിന്റെ മുകളിൽ വെക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ലോകത്തേതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിന് കഴിയുമോ? കഹുറുമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പ്രത്യേകത പോലെ, ഫി ബലദിക്കും ഹാദാ, ഈ രാജ്യത്തിന്റെ പവിത്രത പോലെ, ഫി ശഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, പ്രത്യേകത പോലെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ ഒരാളുടെ അഭിമാനത്തെയും വ്രണപ്പെടുത്താൻ പാടില്ല, ഒരാളുടെ രക്തം അനാവശ്യമായി ചിന്താൻ പാടില്ല, ഒരാളുടെ സമ്പത്തും അനാവശ്യമായി അത് ഊട്ടിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കവർന്നെടുക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിച്ചേർക്കുകയാണ്. ഏതുപോലെയാണ്? ഒരു മുസ്ലിമിന്റെ രക്തം പവിത്രമാണ്, ഒരാളുടെ അഭിമാനം പവിത്രമാണ്, ഒരാളുടെ സമ്പത്ത് പവിത്രമാണ്. എത്ര ഇന്ന് നാട്ടിൽ നടക്കുന്ന കലാപങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ സമ്പത്തിന്റെയും അഭിമാനങ്ങൾ ബന്ധപ്പെടുത്തിയതിന്റെയും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ പരസ്പരമുള്ള പരിഹാസങ്ങളുടെ പേരിലുമെല്ലാം ഉണ്ടാകുന്ന കലാപങ്ങളും കൊലപാതകങ്ങളും എത്രയാണ് എന്ന് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമോ? കണക്കാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ കുറിച്ച് പറഞ്ഞു, യുദ്ധം നടക്കുന്നു, ആ യുദ്ധത്തിൽ ഒരാൾ മരിച്ചു വീഴുന്നു. ആളുകളൊക്കെ പറഞ്ഞു, അയാൾ ഷഹീദാണ്, അയാൾ ഷഹീദാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇയാൾ ഷഹീദാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് എങ്ങനെ അത് അയാൾ ഷഹീദാണ് എന്ന് പറയാൻ കഴിയും? ഇയാൾ യുദ്ധക്കളത്തിൽ നിന്ന്, ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് കവർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ആ സ്വഹാബികൾക്ക് തിരുത്തി കൊടുക്കുകയാണ്.
നമ്മളോ ലോകാടിസ്ഥാനത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു വീഴുമ്പോ ഷഹീദാണ് എന്ന് പെരുമ്പറ കെട്ടി പ്രകടനം നടത്തുന്ന മുസ്ലിം സമൂഹമായി നമ്മൾ മാറുന്നു. അവർ ഷഹീദാണ് എന്ന് ഈ നാട്ടിൽ ആളുകൾക്കിടയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ലോകത്ത് അങ്ങനെ ഒരാൾക്ക് ഷഹീദാണ് എന്ന് പറയാൻ കഴിയുക, മാർക്കിടാൻ കഴിയുക? റസൂലുള്ളാഹിന്റെ മുന്നിൽ മരിച്ചു വീണ മനുഷ്യനെ കുറിച്ചാണ് സ്വഹാബത്ത് പറഞ്ഞത് ഷഹീദാണ്. പ്രവാചകന്റെ മറുപടി, നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ കഴിയും? അയാൾ യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് മോഷണം നടത്തിയിട്ടുണ്ട്, കളവ് നടത്തിയിട്ടുണ്ട് എന്ന് നബി, അയാൾ നരകാവകാശിയാണ് എന്ന് പ്രവാചകൻ കൂട്ടിച്ചേർക്കുന്ന ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കെങ്ങനെയാണ് ആളുകൾക്ക് മാർക്കിടാൻ കഴിയുക, ആളുകൾക്ക് നിരൂപണം നടത്താൻ കഴിയുക, അവരുടെ സ്വർഗനരകങ്ങളെ തീരുമാനിക്കാൻ കഴിയുക? അത്തരം ഏർപ്പാടുകൾ മനുഷ്യർ നിങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഒന്നല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭത്തിൽ ലോകത്തോട് പറയുന്നത്. 2025 കണക്കനുസരിച്ച് കേരളത്തിൽ 350-ലധികം കൊലപാതകങ്ങൾ നടന്ന നാടാണ് കേരളം. 1105ഓളം കൊലപാതക ശ്രമങ്ങളാണ് ആ വർഷം കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ളത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ ഈ വാചകങ്ങളുടെ പ്രസക്തി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഒരാളുടെ ധനം പവിത്രമാണ്, അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അന്യായമായി കവർന്നെടുക്കാൻ പാടില്ല ഒരാളുടെ പോലും. പ്രവാചകൻ അവസാനത്തെ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തി. റസൂലുള്ളാഹിക്ക് നമസ്കാരത്തിന് വരാൻ പോലും കഴിയാത്ത പനി പിടിച്ച സമയം പ്രവാചകന്റെ മദീനത്തെ പള്ളി മെമ്പറിലെ അവസാനത്തെ സംസാരമുണ്ട്. സ്വഹാബിയോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചൊരാൾ, നമ്മൾ പറയും ഒരാൾ മരിച്ചാൽ ആ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് മൈക്കെടുത്തുകൊണ്ട് പറയും, വാക്കാലോ പ്രവർത്തിയാലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കണമെന്ന് പറയും, വിട്ടുകൊടുക്കണമെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടെന്താ? പ്രവാചകൻ അവസാനമായി ആ പള്ളി മെമ്പറിൽ കയറി സ്വഹാബികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്നു. ഞാൻ നിങ്ങൾക്കിടയിൽ ഒരാളാണ്, വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വിട്ടുതരണമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മനുഷ്യ സമൂഹത്തോട് മുഴുവൻ പ്രഖ്യാപിക്കുകയാണ്. സ്വഹാബികളൊക്കെ കണ്ണീർ വാർക്കുന്നു. അവർ ചോദിച്ചു, നബിയെ, ഞങ്ങളോടാണോ പ്രവാചകരെ അങ്ങ് ഇത് പറയുന്നത്? ഞങ്ങളോടാണോ റസൂൽ അങ്ങ് ചോദിക്കുന്നത്? ഞങ്ങളുടെ കരളിന്റെ കഷ്ണമാണ്, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വികാരമാണ്, ഞങ്ങളുടെ ശ്വാസമാണ് പ്രവാചകരെ അങ്ങ് എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്? അത് റസൂലുള്ളാഹിന്റെ മര്യാദയാണ്, പ്രവാചകന്റെ ജീവിതത്തിന്റെ നിലപാടുകളാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം അറിയോ? സാമ്പത്തികമായി നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കണം. സാമ്പത്തികമായി എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കണം. അപ്പൊ ഒരു സ്വഹാബി പിന്നെന്ന് അവർ ആരാണ് റസൂലുള്ളാഹിക്ക് വിട്ടുകൊടുക്കാത്തത്? ആരെങ്കിലും പ്രവാചകനോട് കടബാധ്യത വെച്ചുകൊണ്ട് നടക്കുമോ? പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഒരു സ്വഹാബി ബാക്കി നൽകിയ പ്രവാചകൻ 2 ദീനാറുകൾ അങ്ങനെയൊക്കെ നൽകാനുണ്ട്. 2 ദീനാറുകൾ അത് കൊടുത്തു വിട്ടുന്നു. എല്ലാം ഭംഗി, ഒരു ബാധ്യത പോലും ഇല്ലാതെ നമ്മളൊന്ന് ആത്മപരിശോധന നടത്തിയാൽ നമ്മുടെയൊക്കെ സ്വത്തിലും സമ്പത്തിലും ഒക്കെ അങ്ങനെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പ്രവാചകന്റെ അനുയായികളാണ് എന്ന് പറയാൻ കഴിയുക? നമുക്ക് എങ്ങനെയാണ് നല്ല വിശ്വാസികളാണ് എന്ന് പറയാൻ കഴിയുക? അഭിമാനത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ടതില്ല. പരസ്പരമുള്ള സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, പുതിയ പ്രയോഗങ്ങൾ, ദ്വയാർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ എല്ലാം സാധാരണവൽക്കരിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻജാകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, നിങ്ങളടുക്കലേക്ക് ഒരു ഫാസിഖായ, ഒരു തെമ്മാടിയായ ഒരാൾ ഒരു വാർത്തയും കൊണ്ടുവന്നാൽ അത് കണ്ണടച്ച് വിശ്വസിക്കരുത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന സകലതും അപ്പോഴേക്കും ഷെയർ ചെയ്യപ്പെട്ട് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഞാനത് കണ്ടപ്പോ ചെയ്തതാണ്, എനിക്കത് കിട്ടിയപ്പോ ചെയ്തതാണ്. കണ്ടതും കിട്ടിയതും കേട്ടതും ഒക്കെ പറഞ്ഞു നടക്കുന്നവൻ കള്ളനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എനിക്കത് കിട്ടിയത് കൊണ്ടാണ്. ഒന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ, ഒന്ന് ചോദിക്കാമായിരുന്നില്ലേ? ചിലത് പറയും, ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാ പറയാം ആളുകൾ, ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പറയും, ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു, ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. പറ്റിപ്പോയി. ഇസ്ലാം പറയുന്ന ആദ്യ സമയത്ത് അത് വേണം. ഇൻജാക്കും ഇത് വാർത്തകളിൽ, മാധ്യമങ്ങളിൽ ഒക്കെ വരുന്ന വാർത്തകൾ എങ്ങനെയാണ് നമുക്ക് വിശ്വസിച്ച് അത് പ്രചരിപ്പിക്കുക? ആളുകൾ അത് വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്നു, അത് പറയുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് എവിടെയാണ് അതിന്റെ സത്യസന്ധതകൾ പുറത്തു വരുമ്പോ എവിടെയാണ് എന്ന് പോലും അറിയാത്ത രൂപത്തിൽ അത് ഒതുക്കപ്പെടുന്നതും നമ്മൾ കേൾക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പരിഹാസത്തിന്റെ അപകടത്തെ സംബന്ധിച്ച് പറയുന്നു. എത്രത്തോളമാണ്? നിങ്ങൾ ഒരിക്കലും പരസ്പരം പരിഹാസങ്ങൾ പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് എന്നറിയുമോ? നിങ്ങൾ പരസ്പരം പരിഹാസങ്ങൾ പറയരുത് എന്ന് പറയാനുള്ള കാരണം, അത് നിങ്ങളുടെ സഹോദരങ്ങളുടെ പച്ചമാംസം കഴിക്കുന്നതിന് തുല്യമാണ്. മനുഷ്യരുടെ മാംസം കഴിക്കുന്നതിന് തുല്യമാണ്. ഏത് മനുഷ്യരുടെ
സ്വന്തം സഹോദരങ്ങളുടെ മാംസം കഴിക്കുന്നതിന് തുല്യമാണ് മനുഷ്യരെ പരസ്പരം പരിഹസിക്കുന്നതും ആക്ഷേപിക്കുന്നതുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ സൂറത്ത് ഹുജറാത്തിൽ നമുക്ക് പറഞ്ഞു തരും. ഈ ആരെയും എന്തും പറയാം, ഒരാളുടെ അഭിമാനത്തിന് വില കൽപ്പിക്കേണ്ടത് അങ്ങനെ ഒരു സമീപനം അത് ഒരിക്കലും വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ദുൽഹിജ്ജ മാസത്തിന്റെ ദുൽഹിജ്ജ 9 മക്ക എന്ന മണ്ണിന്റെ അഭിമാനത്തെയും പവിത്രതയെയും നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അതോടൊപ്പം പ്രവാചകൻ അന്ന് ജാഹിലിയത്തിലെ സകല വൃത്തികേടുകളെയും വിരോധിക്കുന്നു. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന വൃത്തികേടുകളെ എല്ലാം വിരോധിക്കുന്നു. പക എന്ന് പറയുന്നത് ജാഹിലിയത്തിലെ ഒരു വലിയ അവർ കുടിപ്പകയായി കൊണ്ടു നടന്നിരുന്നു. വിദ്വേഷം എന്ന ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ കൊണ്ടൊന്ന് നിറഞ്ഞിരുന്നു. അത്ര ചെറിയ ചെറിയ ഗോത്രങ്ങളെല്ലാം പോരാട്ടങ്ങൾ നയിച്ചു നടന്നിരുന്ന ഒരു കാലത്താണ് ഇസ്ലാം കടന്നു വരുന്നത്. പ്രവാചകൻ മുഹാജിറുകളെയും അൻസ്വാറുകളെയും സൃഷ്ടിച്ചു. മുഹാജിറുകൾ മക്കയിൽ നിന്നെല്ലാം ഒഴിവാക്കി മദീനത്തേക്ക് ഹിജറ പോയി. മദീനയിലെത്തിയ മനുഷ്യർ അവരുടെ ജീവിതം നൽകി അവരെ സ്വീകരിച്ചു. ഒരുമ്മ വെച്ച മക്കളെ പോലെ ഒരേ വിശ്വാസത്തിൽ ഒരേ നിലപാടുകളിൽ മുന്നോട്ട് പോകുന്ന ഒരു ജനസമൂഹത്തെ മദീനയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്നു. പ്രവാചകന്റെ 10 കൊല്ലത്തെ ത്യാഗോജ്ജലമായ 23 കൊല്ലത്തെ ത്യാഗോജ്ജലമായ പോരാട്ടങ്ങൾക്കൊടുവിൽ പക്ഷേ പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരിക്കുന്നു. മദീനയിൽ ഔസ് അസ്റജ് എന്ന് പറയുന്ന 2 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. കുടിപ്പകകൾ കൊണ്ട് വല്ലാത്ത അക്രമവാസനങ്ങളിൽ ജീവിച്ചിരുന്ന 2 ഗോത്രങ്ങൾ. പ്രവാചകൻ അവർക്കിടയിൽ തൗഹീദ് പഠിപ്പിച്ചു, അവരെ വിശ്വാസികളാക്കി. അവർ ഏകോദര സഹോദരന്മാരെ പോലെയായിത്തീർന്നു. മദീനയിൽ മുനാഫിക്കുകളുടെ നേതാക്കന്മാരായ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഔസ് അസ്റജ് ഗോത്രങ്ങൾ ഒരു ദിവസം വൈകുന്നേരം അവരിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടയിലേക്ക് ചില പാട്ടുകാരെ പറഞ്ഞയച്ചു. ആ പാട്ടുകാർ പണ്ട് കാലങ്ങളിൽ തങ്ങളുടെ പൂർവീകന്മാർ നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് പാടാൻ തുടങ്ങി. ഔസുകാർ അസ്റജുകാർക്കെതിരെയും അസ്റജുകാർ ഔസുകാർക്കെതിരെയും നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ നമുക്കിടയിലും ആളുകൾ കടന്നു വരും. അങ്ങനെ നമ്മുടെ ഇന്നലകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. നമുക്കിടയിൽ ഉണ്ടായിരുന്ന പകയും വിദ്വേഷവും നമ്മൾ ഓർമ്മപ്പെടുത്തും. ആളുകൾ തമ്മിൽ അകന്നു പോകും. ആളുകൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാകും. ഇത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരിക. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ അടിത്തട്ടിൽ ഒരു വിഭാഗമുണ്ട് എന്ന് ഖുർആൻ എടുത്തു പറയുന്നത് മുനാഫിക്കുകളെ കുറിച്ചാണ്. ആ മുനാഫിക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് ജാഹിലിയത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും മനുഷ്യർക്കിടയിൽ. നമുക്കിടയിൽ ന്യൂനത സംഭവിച്ചു പോയാൽ ആ ന്യൂനതകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഔസുകാർക്ക് വികാരമായി, അസ്റജുകാർക്ക് വലിയ രോമാഞ്ചമായി. അവരുടെ പൂർവികരുടെ കഥകൾ കേട്ടപ്പോൾ 1ഉം 2ഉം അവർ പറയാൻ തുടങ്ങി. പ്രവാചകൻ ഒരു പതിറ്റാണ്ടോളം നീണ്ട തൗഹീദിന്റെ പ്രബോധനത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന വിശ്വാസികളായ ഒരു ജനതയെ, സ്വന്തം ഭാര്യയെ തൊലാക്ക് ചൊല്ലി സഹോദരങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത, സ്വന്തം വീട്ടിലേക്ക് സഹോദരങ്ങൾക്ക് പകുത്തു നൽകിയ, സ്വന്തം കച്ചവടത്തെ സഹോദരങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ആ സ്വഹാബികൾ പരസ്പരം ആയുധങ്ങൾ എടുത്തു. അവർ പോരാട്ടത്തിനിറങ്ങി. അവർ പരസ്പരം വാക്കേറ്റവും വെല്ലുവിളികളുമായി. പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു സ്വഹാബി ഓടിച്ചെന്നു. അള്ളാഹുവിന്റെ റസൂലെ, ഔസും അസ്റജും അതാ യുദ്ധത്തിന്റെ വക്കിലാണ്, അവർ പോരാട്ടത്തിന്റെ വക്കിലാണ്. അവിടെ സ്വഹാബത്ത് മരിച്ചു വീഴും. പ്രവാചകൻ അങ്ങ് വീട്ടിൽ നിറങ്ങി അങ്ങ് ഓടുകയാണ്. റസൂലുള്ളാഹിന്റെ ഓട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. നബി തിരുമേനിയുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചിഴച്ചുകൊണ്ട് പ്രവാചകൻ ഓടിയ ഒരു ദിവസമുണ്ട് എന്ന് ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടത് ആ ദിവസത്തെയാണ്. റസൂലുള്ളാഹി തന്റെ വസ്ത്രം പോലും നേരെ ഒടുക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിന്റെ മനസ്സങ്ങ് വികാരപ്പെട്ടു പോയി. അവിടെ അവർ തമ്മിൽ ഒന്ന് ചോര ചിന്തിയാൽ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പ്രത്യേക ശാസ്ത്രത്തെ അവിശ്വസിച്ചൊരു ജനത തകർന്നു പോകുമെന്ന ബേജാറ് കൊണ്ട് പ്രവാചകൻ ഓടിച്ചെല്ലുകയാണ്. എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ വചനം അവർക്കിടയിൽ ഓതിക്കൊടുക്കുന്നു. നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുകയാണ്. മനുഷ്യർക്കിടയിൽ ജാഹിലിയത്ത് പറയാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. വിശ്വാസികളായ ജനതകൾക്കിടയിൽ ജാഹിലിയത്ത് പറഞ്ഞ് പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പലിശ സമ്പ്രദായത്തെ, എല്ലാ കുടിപ്പകളെയും പ്രവാചകൻ വിരോധിച്ചു. പലിശ സമ്പ്രദായങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. അതോടൊപ്പം പ്രവാചകൻ അറഫയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് വീണ്ടും പ്രഖ്യാപിക്കുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ സഹോദരങ്ങളാണ്. ഫസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം, ഭിന്നതകൾ ഉണ്ടാക്കരുത്. നിങ്ങൾ അവർക്കിടയിൽ അനൈക്യങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ അവർക്കിടയിൽ ചിത്രതകൾ ഉണ്ടാക്കരുത്. നിങ്ങൾ ആൾക്കൂട്ടത്തിനിടയിലെ ചോരകുടിയന്മാരാകരുത്. നിങ്ങൾ ആൾക്കൂട്ടത്തിനിടയിലെ ചൊറിച്ചിലുകാരായ ആളുകളാകരുത്.
ചെറിയ വ്രണങ്ങളെ മാന്തിപ്പൊളിച്ചു വലിയ മുറിവുകളാക്കി നിങ്ങൾ ആളുകൾക്കിടയിൽ വ്രണങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ സ്നേഹമുണ്ടാക്കണം, സാഹോദര്യമുണ്ടാക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുകയാണ്. വീണ്ടും പ്രവാചകൻ പറയുന്നു, ലാ ഫളൽ യാ റബിയും അലാ അജമിയ്യിൻ, നിങ്ങൾക്കിടയിൽ ഒരു വലിയ സ്ഥാനമുള്ളവൻ, സ്ഥാനമില്ലാത്തവൻ, അറബിക്ക് പ്രത്യേക സ്ഥാനം, അനറബിക്ക് പ്രത്യേക സ്ഥാനം, അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്കിടയിൽ, അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല കറുത്തവരും വെളുത്തവരുമെന്ന് വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിലില്ല. നിങ്ങളെല്ലാം ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ്, സഹോദരങ്ങളാണ്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവർ, നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവർ, ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ് മനുഷ്യരെ നിങ്ങളെന്ന് പറയുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ഗോത്രങ്ങളാകാൻ കഴിയും? എങ്ങനെ നിങ്ങൾക്ക് വർണ്ണവിവേചനത്തിന്റെ ആളുകളാകാൻ കഴിയും? എങ്ങനെ നിങ്ങൾക്ക് മനുഷ്യർക്കിടയിൽ ചിത്രതകൾ ഉണ്ടാക്കാൻ കഴിയും? സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാത സൃഷ്ടിച്ച മനുഷ്യർക്കിടയിൽ എങ്ങനെ നിങ്ങൾക്ക് ഭിന്നതകളുടെ അതിർവരമ്പുകൾ ഉണ്ടാക്കി തീർക്കാൻ കഴിയും എന്നാണ് ഖുർആനിന്റെ ചോദ്യം. ഒരിക്കലും അറബിക്ക് അനറബിയേക്കാൾ പ്രത്യേകതയില്ല, അനറബിക്ക് അറബിയേക്കാൾ പ്രത്യേകതയില്ല, കറുത്തവന് വെളുത്തവനേക്കാൾ പ്രത്യേകതയില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ പ്രത്യേകതയില്ല. എന്തിലല്ലാതെ ഇല്ലാ ബിത്തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സൂക്ഷ്മത കൊണ്ടല്ലാതെ, അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം കൊണ്ടല്ലാതെ നിങ്ങൾക്കിടയിൽ ആർക്കും അങ്ങനെ പ്രത്യേകതകളില്ല. സ്ത്രീകളോട് പ്രവാചകൻ പ്രത്യേകമായ വസിയത്തുകൾ നൽകി. ഇത്തഖ്വാ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം തീർച്ചയായും അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഭാര്യമാരോട്, മക്കളോട്, സഹോദരിമാരോട് മാന്യമായി നിങ്ങൾ പെരുമാറണം. മാന്യതയില്ലാത്ത പ്രവർത്തനം നിങ്ങൾ ചെയ്യരുത്. കാരണം അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അവരുമായി കരാറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കരാറുകൾ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. ഭക്ഷണവും വസ്ത്രവും എല്ലാം മാന്യമായി നിങ്ങൾ അവർക്ക് നൽകണം. അതോടൊപ്പം അവരുടെ പ്രവർത്തനങ്ങളും മാന്യമാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒൻപതാമതായി മഅറഫയിലെ പ്രസംഗത്തിൽ നമുക്കുള്ള പാഠം എന്ന് പറയുന്നത്, നിങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ കലാം അതൊരിക്കലും നിങ്ങൾ വിട്ടുകളയരുത്. പ്രവാചകന്റെ സുന്നത്തുകളോട് കൂറില്ലാത്ത ഒരു സമീപനം ഉണ്ടാകരുത്. നമുക്ക് ഖുർആനും സുന്നത്തും നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിക്കാൻ കഴിയണം. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് യാത്രയാകുന്നത് രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ്. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ വഴിപിഴക്കുകയേ ഇല്ല. ഏതാ രണ്ട് കാര്യങ്ങൾ? ഒന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, രണ്ട് എന്റെ ജീവിതചര്യകളാണ്, റസൂലുള്ളാഹിന്റെ അവസാനത്തെ വസിയ്യത്താണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊണ്ടുപോകുന്നത്. അവസാനമായി റസൂലുള്ളാഹി പറയുന്നത്, വഅൻതും തസ്അലൂന അന്നി, എന്നെ കുറിച്ച് എന്താണ് നിങ്ങളോട് ചോദിക്കപ്പെടും. നിങ്ങൾ അന്ന് ഫമാ അൻതും ഖായിലൂൻ, നിങ്ങൾ എന്നെ കുറിച്ച് നാളെ പടച്ചവനോട് എന്താണ് മറുപടി പറയുക? നിങ്ങൾ നാളെ അല്ലാഹുവിന്റെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ നിങ്ങൾക്കിടയിൽ ജീവിച്ച എന്നെ കുറിച്ച് എന്താണ് നിങ്ങൾ പറയുക? അവർ പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഅതു, പ്രവാചകരെ ഞങ്ങൾക്ക് അങ്ങ് ദീൻ എത്തിച്ചു തന്നു എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയും, ഞങ്ങൾ ഉറപ്പിച്ചു പറയും. റസൂലുള്ളാഹി പറഞ്ഞു, എങ്കിൽ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഫല്യുബല്ലി ഷാഹിദുൽ ഗായിബ്, ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇതല്ലാഹുവിന്റെ ഇത് പടച്ചവന്റെ നീ സാക്ഷിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകന്റെ ആ പ്രസംഗം കേട്ട് 1,00,000 സ്വഹാബത്ത് മദീനയിലെത്തി. പക്ഷേ മദീനയിൽ എത്ര സ്വഹാബികളുടെ ഖബറുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? 10,000 ചില്ലാനം സ്വഹാബികളുടെ ഖബറാണ് മദീനയിലുള്ളത്. റസൂലുള്ളാഹിന്റെ കൂടെ മദീനയിലെത്തിയതോ 1,00,000-ലധികം സ്വഹാബികൾ. എവിടെയവർ ഈ വാക്ക് സ്വീകരിച്ച് അവർ ലോകത്തേക്ക് യാത്ര ചെയ്തു. അവർ താഴ്വാരങ്ങളും ഭൂഖണ്ഡങ്ങളും മലമ്പാതകളും താണ്ടിക്കടന്ന് സ്വഹാബത്ത് യാത്ര ചെയ്തു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ സ്വഹാബത്തെത്തി. എങ്ങനെയാണ് അവരെത്തിയത്? ആ എത്തിയതിന് ഉത്തരമാണ് ഈ വാചകം എന്ന് പറയുന്നത്. ഫല്യുബല്ലി ഉസാഹിദൽ ഗായിബ്, ഹാജറുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടത് കൊണ്ട് മാത്രമാണ് ആ സ്വഹാബത്ത് താഴ്വാരങ്ങളും സമുദ്രങ്ങളും മലമ്പാതകളും ഒക്കെ താണ്ടിക്കടന്നത്. അക്ഷരിയന്ത്രവും ആവിക്കപ്പലും ഒക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് ആ സ്വഹാബത്ത് യാത്ര ചെയ്ത് കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ആസ്ട്രേലിയൻ വൻകരകളിൽ, അമേരിക്കൻ ഐക്യനാട്ടിൽ ഒക്കെ സ്വഹാബത്ത് യാത്ര ചെയ്തെത്തിയ ചരിത്രങ്ങളെ കുറിച്ച് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഈ ഒറ്റ വാചകത്തിന്റെ ബലത്തിലാണ്. ഈ ഒറ്റ അറഫയിലെ പ്രസംഗത്തിന്റെ ആ ഒരു ബാധ്യതയിൽ നിന്നുകൊണ്ടാണ് സ്വഹാബത്ത് യാത്ര ചെയ്തത്. അതുകൊണ്ട് ഈ മുഴുവൻ കാര്യങ്ങളും, ഞാൻ ഈ പറഞ്ഞ അറഫയിലെ പ്രസംഗത്തിൽ പറഞ്ഞ ആശയങ്ങൾ, ഈ ചുരുക്ക കാര്യങ്ങൾ
ഇതൊരു വലിയ നിഘണ്ടു പോലെ, ഒരു വലിയ പുസ്തകം പോലെ നീണ്ടുകിടക്കുന്ന ഒരുപാട് ആശയ തലങ്ങളുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കിയ സമയത്തിനുള്ളിൽ ഞാൻ ആ കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ അറഫയിലെ പ്രസംഗത്തിന്റെ ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം, നമ്മുടെ ജീവിതത്തിലുണ്ടാകണം, നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാകണം, നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ഉണ്ടാകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു ഇത്തരത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് രണ്ടാമതായും അതർഹിക്കുന്ന വിരോധത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബലിപെരുന്നാൾ ദുൽഹിജ്ജ മാസത്തിൽ ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ. ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. മുസ്ലിങ്ങൾക്ക് 2 ആഘോഷങ്ങളാണ്. ആ 2 ആഘോഷങ്ങളിൽ ഒന്നാണ് ബലിപെരുന്നാൾ, മറ്റൊന്ന് ചെറിയ പെരുന്നാൾ. ആ ബലിപെരുന്നാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ നിൽക്കുന്നത്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ദുൽഹിജ്ജ 10 പെരുന്നാൾ ദിനം. നമ്മുടെ വസ്ത്രധാരണമായിരുന്നാലും യാത്രകളായിരുന്നാലും എല്ലാം, ഭക്ഷണ കാര്യങ്ങളിലായിരുന്നാലും ഒക്കെ മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. പ്രവാചകന്റെ പെരുന്നാൾ നമസ്കാരങ്ങൾ ഈദ്ഗാഹുകളിൽ വെച്ചാണ് നിർവഹിക്കപ്പെട്ടിരുന്നത്. പല കാരണങ്ങൾ അതിനുണ്ട്. അതിലൊന്ന്, എല്ലാ വിശ്വാസികളും ഒരുമിച്ച് കൂടേണ്ട ഒരു സ്ഥലമാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ. അവിടെ ശാരീരികമായ പ്രയാസങ്ങളുള്ള സ്ത്രീകൾ പോലും ഈദ്ഗാഹുകളിൽ ഒരുമിച്ചുകൂടി നമസ്കാരത്തിൽ അവർ പങ്കെടുക്കാതെ മാറി നിന്ന് മുസ്ലിങ്ങളുടെ പൊതു ആഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നതാണ് ഇസ്ലാമിന്റെ കൽപ്പനയും നിയമവും നിർദ്ദേശവും. നമ്മുടെ ഇവിടെ ഈ മഹല്ല് ഈദ്ഗാഹ്, നമ്മുടെ പള്ളിയുടെ കീഴിലുള്ള പെരുന്നാൾ നമസ്കാരം തൊട്ടടുത്തുള്ള റഹ്മാനിയ സ്കൂളിൽ വെച്ച് രാവിലെ പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ 10 അടുത്ത വ്യാഴാഴ്ച രാവിലെ 7:15 നിർവഹിക്കപ്പെടുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും അവിടെയായിരിക്കും നമ്മുടെ പെരുന്നാൾ നമസ്കാരം ഉണ്ടാവുക എന്നത് പ്രത്യേകം നിങ്ങൾ ഓർക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അതോടൊപ്പം ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കുക എന്നത് പ്രത്യേകമായ സുന്നത്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കുകയും ദുൽഹിജ്ജ 9 നമുക്കെന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് നമ്മൾ നോമ്പ് നോൽക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാ കാര്യങ്ങളിലും പ്രവാചക ചര്യകൾ പിൻപറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.